നമുക്ക് സിമ്പിളായിട്ടൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു HTML എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് HTML എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യമേ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് വെബ് പേജ്, എന്താണ് വെബ്സൈറ്റ്, എന്താണ് URL, അത് മൂന്നെണ്ണം പഠിക്കാനുള്ളത്. നമുക്ക് വെബ് പേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഓക്കെ, വെബ് പേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈൻ കണ്ടില്ല വെബ് പേജ് എന്തെങ്കിലും. വെബ് പേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ HTML, അതായത് ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ആ ലാംഗ്വേജിൻ്റെ പേര്. അതായത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് എഴുതുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു പേജ്, അതായത് നമ്മൾ നോട്ട്ബുക്ക് എടുക്കുവാണെങ്കിൽ നോട്ട്ബുക്കിനകത്ത് 1 2 3 4 5 6 പേജുകൾ കാണും. അതിൽ നമുക്ക് ഓരോരോ പേജുകളെ നമുക്ക് എന്ത് പറയാം, വെബ് പേജ് എന്ന് പറയാം. അതേസമയം വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നോട്ട്ബുക്ക് എടുക്കുന്നത്, അതിനകത്ത് ഈ എല്ലാ പേജും കൂടെ കൂടി ചേരുമ്പോഴാണ് നോട്ട്ബുക്ക് ആകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയാം വെബ് പേജ് പ്ലസ് വെബ് പേജ്, അങ്ങനെ കുറേ വെബ് പേജുകൾ കൂടിച്ചേരുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റും. എന്നൂടെ പറയാണ്, വെബ് പേജ് എന്ന് വെച്ചാൽ ഒറ്റ ആ ഒരു നോട്ട്ബുക്ക് എടുക്കുവാണെങ്കിൽ അതിനകത്തൊരു പേജ് കാണും, കുറേ പേജസ് കാണും. അതിൽ ഒരു പേജിന് നമ്മൾ എന്ത് പറയുന്നത്, വെബ് പേജ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് എന്ന് വെച്ചാൽ HTML ഉപയോഗിച്ച് എഴുതുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുന്നത്. അടുത്ത വെബ്സൈറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ കുറേ പേജുകൾ വേണം. വെബ് പേജ് കൂടി ചേരുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ URL കോഡ് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെയാണ് URL കോഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വൺ, ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റമാണ് ഫസ്റ്റ് പഠിച്ചത്. അത് കഴിഞ്ഞ് വെബ്സൈറ്റ് എന്താണെന്നുള്ളത് നമ്മൾ സെക്കൻഡ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ URL എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? URL എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ കാണിച്ച് തരുവാണെങ്കിൽ നമ്മൾ ഗൂഗിൾ എടുക്കുമെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം എടുക്കുകയെന്ന് വെച്ചു. ഗൂഗിൾ ക്രോം എടുക്കുകയാണെങ്കിൽ ഓരോ സൈറ്റിനും, അതായത് ഇപ്പോൾ ഇതൊരു പേജാണ്, ഈ കാണിച്ചിരിക്കുന്ന ഒരു പേജാണ്, ഓരോ പേജിനും ഓരോ URL കോഡാണ് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിനും URL കോഡ് മുകളിൽ കാണിച്ചിട്ടുണ്ട്. www.google.coin, www.google.com എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാണണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതാണ് ഇത് കാണിച്ചിരിക്കും. കണ്ടോ, ഏറ്റവും മുകളിൽ https://www.google.co.in എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ. അങ്ങനെ ഓരോ വെബ് പേജിനും ഓരോ URL കോഡാണ് ഉള്ളത്. ഇപ്പോൾ ഇതെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാണിക്കും, ഇതിൻ്റെ വേറെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം കാരണം ഓരോ വെബ് പേജും, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ 1, പേജ് നമ്പർ 2, പേജ് നമ്പർ 3 എന്ന് കാണും. അപ്പോൾ ആ ഒരു പേജിന് ഒരു നമ്പറുണ്ട്, 1 എന്നുണ്ട്, മറ്റ് പേജിന് പേജ് നമ്പർ 2 എന്നുണ്ട്. അതേ കണക്ക് ഓരോ വെബ് പേജിനും ഓരോ URL കോഡാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? URLൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. HTML ഫുൾ ഫോം ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മൾ ജസ്റ്റ് തിയറി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി HTML എങ്ങനെയാണ് ചെയ്യുന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു നോട്ട് പാഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് മൊബൈലിലേക്ക് വേണ്ടിയിട്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോട്ട് പാഡ് എടുക്കുക, നോട്ട് പാഡ് മൊബൈലുണ്ടെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാം. അപ്പോൾ നോട്ട് പാഡ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ മുമ്പേ ടൈപ്പ് ചെയ്ത് അതേ പേജ് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ന്യൂ പേജ് എടുത്തതേ ഉള്ളൂ. അതിൽ ഫയലുണ്ട്, എഡിറ്റ് ഉണ്ട്, സെർച്ച് ഉണ്ട്, മോർ ഉണ്ട്, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പല ആപ്ലിക്കേഷനും പല രീതിയായിരിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതായതുകൊണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് ടാഗുകൾ യൂസ് ചെയ്ത് കോഡിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ HTML ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ എന്ത് പറയും, ഓപ്പൺ ബ്രാക്കറ്റ് എന്നും ഇങ്ങനെയുള്ള ക്ലോസ് ബ്രാക്കറ്റ് എന്നും പറയും. അപ്പോൾ എല്ലാ ടാഗുകളെയും, ടാഗ് എന്ന് വെച്ചാൽ ബോഡി അല്ലെങ്കിൽ HTML ടൈറ്റിലിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ അതിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് ടാഗാണ്, എന്താണ്, ക്ലോസ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, HTML എന്നാണ് ഫസ്റ്റ് തുടക്കം ചെയ്യേണ്ടത്. HTML എന്ന് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത്, ഇതിനിടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഉണ്ടാവരുത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിനകത്താണ് അതായത് HTML എന്ന് പറഞ്ഞ് ടാഗിനകത്ത് അടുത്ത ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അടുത്ത ടാഗ് എന്ന് വെച്ചാൽ ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബോഡി എന്ന് ടൈപ്പ് എഴുതുക.
എന്നിട്ട് സ്പേസ് ഒന്നും കാണരുത്, ബോഡി ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ അവിടെ വരേണ്ടത്, ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്. കൊല്ലം ചാനലിന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം. ബോഡി ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊക്കെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ലാഷ് ഉണ്ട്, നമ്മളിട്ട് കൊടുക്കുക. മറക്കല്ല്, ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് താഴ്ന്ന് അവിടെ ബെൻഡ് ചെയ്യുന്നതിലുണ്ടത്. ഓക്കെ, ഇട്ടിട്ട് നമ്മൾ ബോഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് ബോഡി എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്ത് ബോഡി നമ്മൾ ഫസ്റ്റ് HTML ഓപ്പൺ ചെയ്ത് അതിനകത്ത്, അതായത് ഒരു ക്ലാസ് റൂമിനകത്ത് എന്ന് വേണമെങ്കിൽ പറയാം, HTML ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒരു ബോഡി ഓപ്പൺ ചെയ്ത് ആ ബോഡിയുടെ ഇടയ്ക്ക് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ എഴുതി വെച്ചു. അതിനുശേഷം ബോഡി ക്ലോസ് ചെയ്തു. ക്ലിയർ? ഇപ്പോൾ ബോഡി കൊല്ലം ചാനൽ എന്നല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടം വെച്ചാൽ അത്രയും ടൈപ്പ് ചെയ്ത് അത്രയും സാധനം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ക്ലോസ് ചെയ്ത് ഇത് ചെറിയൊരു റെക്കോർഡിങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, HTML ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ബോഡി ക്ലോസ് ചെയ്ത് നമുക്ക് HTML ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ HTML ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ഓപ്പൺ ചെയ്താലും അതിന് ക്ലോസിങ്ങും ഉണ്ട്, മറക്കരുത്. സ്ലാഷ് കൊടുക്കുക. എന്നിട്ട് HTML ടൈപ്പ് ചെയ്യുക. HTML ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ക്ലോസ് ചെയ്യാം. എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്ത് HTML ഓപ്പൺ ചെയ്തു. HTML ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, ബോഡി നമ്മൾ ഓപ്പൺ ചെയ്തു. ബോഡിക്കകത്ത് നമുക്ക് എന്താണോ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് ഔട്ട്പുട്ട് റിസൾട്ടായിട്ട് വരേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്ത് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബോഡി ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷ് ആവും മാത്രം നമ്മൾ HTML ക്ലോസ് ചെയ്ത്. then ടൈറ്റിൽ ചെയ്യുന്നതൊക്കെ ഉണ്ട്, ടൈറ്റിൽ ചെയ്യുന്നതുണ്ട് ഒക്കെ ഉണ്ട്, കുറേ ഓപ്ഷൻസ് അത് കുറച്ച് ഡെപ്തായിട്ട് പോകുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഫയൽ പ്രസ് ചെയ്യുക. ഇവിടെ സേവ് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സേവ് ആസ് ഓപ്ഷന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇപ്പം മൈ ഫയൽ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫയലിൻ്റെ ഇതാണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിപ്പം എൻ്റെ ഒരു പേര് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് HTML അല്ലെങ്കിൽ ഒരു ഹായ് എന്നൊരു പേര് കൊടുക്കാം. ഹായ് എന്നൊരു പേര് ഞാൻ സേവ് ചെയ്യാണ്. ഹായ് ഡോട്ട് HTML എന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് വരുത്തുള്ളൂ. മറക്കരുത്, പേര് എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കഴിഞ്ഞിട്ട് .html എന്ന് കൊടുക്കുക. അതായത് ഈ പേര് ഞാൻ ഹായ് എന്ന് കൊടുത്തു, .html എന്ന് കൊടുത്തിട്ട് ഈ TXT എന്നുള്ളത് ഞാൻ ഓൾ ആക്കി കൊടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സേവ് ഞാൻ പ്രസ് ചെയ്യുന്നു. അത് സേവ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മോർ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പ്രസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിനൊക്കെ സേവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പഴയ HTML കിടപ്പുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർച്ച് ഓപ്ഷൻ കിടക്കുന്നത്. ഈ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഞാൻ റീഡ് മോഡ് കൊടുക്കുക. അതായത് ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കൊല്ലം ചാനലിൽ വന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് ഞാൻ എന്താ ഇപ്പോൾ എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്ത് കൊല്ലം ചാനൽ ഇട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ കൊല്ലം ചാനൽ കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ രണ്ടെണ്ണം ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 കൊല്ലം ചാനൽ കൊടുത്തു. നമ്മൾ മുമ്പേ ഒരു കൊല്ലം ചാനലേ കൊടുത്തിട്ടുള്ളായിരുന്നു. വീണ്ടും ഫയൽ എടുക്കുക, സേവ് ആസ് എടുക്കുക, ഫയലിൽ നിന്ന് മാറ്റി ഹായ് എന്നുള്ളത് മാറ്റിയിട്ട് ഹലോ എന്നുള്ളത് ഒരു ഇത് കൊടുത്തു, .html എന്ന് കൊടുത്തു. സ്പേസ് വേണ്ട, അത് അടുപ്പിച്ചിട്ടാണ് കേട്ടോ. HTML എന്ന് കൊടുത്തു. നമ്മളത് ഓൾ കൊടുത്തു. ഓൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു, ഞാൻ സേവ് ചെയ്തു. അത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മോർ എടുക്കുക, റീഡ് മോർ എടുത്ത് നോക്കുമ്പോൾ 2 കൊല്ലം ചാനലുണ്ട് കണ്ടോ. അപ്പോൾ റിസൾട്ട് കൺഫേം ആയല്ലോ. നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.